സുഹൃത്തുക്കളെ, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷേ എന്തായാലും ഈ ഒരു വീഡിയോ ചെയ്തേ പറ്റൂ എന്നുള്ള ഇതിൻ്റെ മേലെ ഞാൻ ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ താത്ത, ഉഡായിപ്പ് ഭക്ത, ഹണി ട്രാപ്പ് താത്ത, നിങ്ങൾ വീഡിയോ കണ്ടല്ലോ അല്ലേ? അപ്പോൾ അതിനെപ്പറ്റി 2 വാക്ക് എനിക്ക് സംസാരിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ. കൊയിലാണ്ടി പ്രസാദിനെ അറിയാവോ താത്തക്ക്? ഉഡായിപ്പ് ഭക്തക്ക് അറിയാവോ? അറിയാവുകയാണെങ്കിൽ ഒന്ന് പറയണേ. അതുപോലെ തന്നെ സുഭിലാഷിനെ അറിയാവോ? അനൂപിനെ അറിയാവോ? ഇങ്ങനെ കുറച്ച് പേരുകളെ അറിയാവോ എന്ന് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അപ്പം താത്ത ഉഡായിപ്പ് ഭക്തക്ക് കാര്യം പിടികെട്ടി കാണും എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത് എന്നല്ലേ. അപ്പം ഞാൻ ചോദിക്കുന്നത് മാത്രമല്ല, ജസ്റ്റ് ഒന്ന് ഫോർ ഫോർമാറ്റ് ചോദിക്കുന്നത് മാത്രം. ഓക്കെ, നിനക്ക് നിൻ്റെ അച്ഛനും അമ്മേനെയും വിലയില്ല എന്നുള്ളത് 13ാമത്തെ വയസ്സിൽ നീ തെളിയിച്ചതാണ്. നിൻ്റെ അച്ഛനടക്കം, നിൻ്റെ ബാപ്പയടക്കം അത് മനസ്സിലാക്കി തന്നതാണ് നീ. 13ാമത്തെ വയസ്സിൽ നിന്നെ വെച്ച് നിൻ്റെ ബാപ്പ കേസ് കൊടുത്തിട്ടുണ്ട്, അതും പീഡന കേസ് അല്ല മോളെ? അതെ. അതുപോലെ തന്നെ നീ നിൻ്റെ മക്കളെ വെച്ചിട്ടും കേസ് കൊടുത്തു അല്ലേ നമ്മുടെ ഉഡായിപ്പ് ഭക്തേ? നിൻ്റെ അച്ഛനാണ്, അതായത് നിൻ്റെ ബാപ്പയാണ് നിന്നെ ഹണി ട്രാപ്പ് പഠിപ്പിച്ചതിൽ നമ്പർ 1 ആയിട്ടുള്ള വ്യക്തി. ആ വ്യക്തിയാണ് കോടതിയിൽ നിന്ന് 2 ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സെൻറ്റി പറഞ്ഞിട്ട് എത്ര ലക്ഷം വാങ്ങിയതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? അതൊന്ന് മലന്ന് കിടന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ കുട്ടിയെ. പിന്നെ നിൻ്റെ ഒരു കല്യാണം, ഈ കല്യാണത്തിനെ പറ്റിയിട്ട് പറയുമ്പോൾ പുച്ഛിക്കുന്നുണ്ട്. ഒന്ന് ഇപ്പം വേണ്ടാന്ന് വെച്ചാൽ 2ാമത് കല്യാണം കഴിച്ച് ഇനി ഒളിച്ചോടിയതാണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ സ്വീകരിച്ചതാണെങ്കിലും അതൊക്കെ നമ്മളെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അല്ലേ? അപ്പം ഞാൻ വേറൊരു കാര്യം നിന്നോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞാലും ഈ ഭർത്താവ് വിദേശത്താണെങ്കിൽ ഒരു സ്റ്റെപ്പിനകത്ത് വെച്ചിരിക്കുന്ന ആദ്യത്തെ മോള് നീയായിരിക്കും അല്ലേ? പുരക്കകത്ത് വേറെ ആരെയും സ്റ്റെപ്പിനിമാർ ഉണ്ടാവില്ല. ഉണ്ടാവുമോ? നിങ്ങളെ അഭിപ്രായം പറയണേ. ജനങ്ങളെ അഭിപ്രായം നിങ്ങളും കൂടി പറയണം. നാട്ടിലുള്ള സകല ആൾക്കാരും പീഡിപ്പിച്ചിട്ടുണ്ട്, എന്നിട്ട് ഒരുത്തനെ വീട്ടിൽ കയറ്റി ഇരുത്തിയിട്ടുമുണ്ട്. ആ സലീമിൻ്റെ മഹാമനസ്കത നിങ്ങളാരും കാണാതിരിക്കരുത്. എന്താ അല്ലേ? അങ്ങനത്തെ മനസ്കതയൊന്നും നമ്മളെ ഭർത്താക്കന്മാർക്കൊന്നും ഇല്ല. എന്താ ചെയ്യുക? ഇവിടെ ഒരാൾ തന്നെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പറയും വീടിന്ന് ഒഴിഞ്ഞു പോടുകയെന്ന് പറയും. അങ്ങനെയുള്ളതാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ അല്ലേ? അല്ല, നിങ്ങളെല്ലാ ആൾക്കാരോടും ചോദിക്കുന്നത്. അപ്പം ഇത് 18ഓളം പീഡനം ഉണ്ടായിട്ടും സലീമിനൊരു പ്രശ്നവുമില്ല. പാസ്പോർട്ട് സൈസിൽ ഒരു ഫോട്ടോ കണ്ടിട്ട് ഞാൻ എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നതല്ല യോഗ്യത. ആണോടാ? അല്ലടാ. പിന്നെ നീ എൻ്റെ മക്കളെ കാര്യം നീ നോക്കേണ്ട ആവശ്യമില്ല. എൻ്റെ മക്കൾ എങ്ങനെയെങ്കിലും ജീവിച്ചങ്ങ് പോയിക്കോട്ടെ, എവിടെയാണെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ. അവർ നല്ല അടിപൊളിയായിട്ട് ജീവിക്കുന്നുണ്ട്. അവരെ അച്ഛൻ തന്നെയാണ് നോക്കുന്നത്, വേറെ ആരുമല്ല നോക്കുന്നത്. അതായത് എന്നെ ഒഴിവാക്കിയാലും ഞാൻ ഒഴിവാക്കിയാലും അവരച്ഛൻ അവർ തന്നെയാണ്, അവർക്ക് അച്ഛൻ അവർ തന്നെയാണ്. അല്ലാണ്ട് വേറെ ആൾ വരുവാ നിന്നെപ്പോൾ അറുണാട്ടന കൂടി താമസിപ്പിക്കുന്ന പോലെ ആവുക? ഒരിക്കലും അല്ല. പിന്നെ നിന്നെ അറപ്പാണ്, വെറുപ്പാണ്. ഇനി ഒരു വെല്ലുവിളിയും കൂടി ഞാൻ ഏറ്റെടുക്കുന്നത്. എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിനക്ക് ഒരിക്കൽ കൂടി നരേന്ദ്രമോദിജീൻ്റെ അടുത്ത് എത്താൻ പറ്റുമെന്നൊന്ന് നോക്ക്. ഇത് വെല്ലുവിളിയായിട്ടൊന്നും സ്വീകരിക്കണ്ട, ഒന്ന് നോക്കുക. ഈ നരേന്ദ്രമോദിജീൻ്റെ അടുത്ത് എങ്ങനെ എത്തിയത് കഥകളൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. അപ്പോൾ അവരതിന് സങ്കടപ്പെടുന്നുമുണ്ട് നിന്നെ അവിടെ എത്തിച്ചതിന്. ഓക്കെ, ആരാണെങ്കിലും നിന്നെ അവിടെ എത്തിച്ച ആൾക്കാർ തന്നെ പറയുന്നുണ്ട് കഷ്ടകാലത്തിന് അവിടെ കയറ്റിയതാണ് എന്നുള്ളത്. അത് മനസ്സിലായിനാ? എവിടാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉടനടി പറയാ സെക്സാണ്. അപ്പം സെക്സിനോടാണ് പുള്ളിക്കാരിക്ക് താല്പര്യം എന്നാണ്. നമുക്കൊന്നും പിന്നെ എന്താ പറയണത്? നീ പറയുന്നുണ്ടല്ലോ രണ്ടാമത് ലോകത്തിൽ ആദ്യമായി 2ാമത് കല്യാണം കഴിച്ചത് ഞാനാണ്, ലിസ്ത പാലക്കലാണ്. ആണ് അതെ. ഇനിയിപ്പോൾ അതിനെന്താ? ലിസ്ത പാലക്കൽ ഒളിച്ചോടി, അതിനെന്താ? ലിസ്ത പാലക്കൽ കടം മേടിച്ചു, അതിനെന്താ? നിൻ്റെ അടുക്കൊന്നല്ലല്ലോ വന്നത്. ആണോടാ? അപ്പോൾ ശരി എന്നാൽ.